നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളെല്ലാം അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. അഭിഷേകത്തിൻ്റെ ദിനങ്ങളിൽ ദൈവാത്മാവ് വന്ന ചിന്തകളെ തുടർമാനമായി പങ്കുവയ്ക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മുതൽ ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. എസ് കെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ ജീവിപ്പിക്കുന്ന ഒരു കാറ്റിനെക്കുറിച്ച്, ഈ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ഒരു കാറ്റിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. എസ് കെ പ്രവചനം 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി പുറപ്പെടുന്നത് കണ്ടു. അങ്ങനെ വിവിധ മാനങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടൊക്കെ കർത്താവ് സഹായിച്ചു. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗത്തിൻ്റെ തുടർമാനമായി ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാനൊരു ചെറിയ റിവൈൻഡാണ് ഇത്, ഒന്ന് ചിന്തിക്കുവാൻ, നമ്മൾ ചിന്തിച്ചതൊക്കെ ഒന്ന് ഓർക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കണ്ടു, ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആ ശാന്യവും പാഴും ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് മൂടിയെന്നും ആ വെള്ളത്തിന് മേൽ പരിശുദ്ധ റൂഹ പരിവർത്തിച്ചു എന്നും കാണുന്നു. അങ്ങനെ പരിശുദ്ധ റൂഹ പരിവർത്തിച്ചപ്പോൾ ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടായി എന്ന് കാണുന്നു. ഉൽപ്പത്തി 1:3 വെളിച്ചം ഉണ്ടായി എന്ന് കാണും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ റൂഹ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരു കോഴി ഒരു കുഞ്ഞിൻ്റെ മുകളിൽ, ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു പരിവർത്തന പ്രക്രിയയുടെ ഒരു പദമാണ് അവിടെ. പൊരുന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്, ഹവറിങ്, അതുപോലെ പൊരുന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മത്സര പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളും പാഴായ അനുഭവങ്ങളും മാറാൻ ഒരേ ഒരു വഴി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരമായി പരിവർത്തിക്കണം. ദൈവാത്മാവിൻ്റെ നിരന്തരമായ പരിവർത്തനം ഉണ്ടാകുമ്പോൾ എത്ര പാഴായി പോയതും അനുഗ്രഹമായി വെളിച്ചമായി മാറാനിടയാകും. ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറും. കരമടിച്ച് സ്തുതിച്ചേ, ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇരുട്ടിന് ആസ്തിക്യമുണ്ടോ? സ്വയാസ്തിക്യമുണ്ടോ? ഇല്ല. ഇരുട്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ആ അവസ്ഥ? വെളിച്ചമില്ലാത്ത അവസ്ഥയുടെ പേരാ ഇരുട്ട്. ഇരുട്ടിന് സ്വയാസ്തിക്യമില്ല. എവിടെ വെളിച്ചം വരുമോ അവിടെ ഇരുട്ട് മാറിപ്പോവും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ ഇരുട്ടുകൾ മാറും. യോഹന്നാൻ 1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. വെളിച്ചം വന്നാൽ പിന്നെ ഇരുളിനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ആരാണ് വെളിച്ചം? എന്താണ് വെളിച്ചം? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ തന്നെ ലോകത്തിൻ്റെ പ്രകാശം. ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയാൽ എന്നെ പോലെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അവിടെ നിങ്ങളെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ വീടിൻ്റെ ഇരുട്ട് മാറ്റണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇരുട്ട് മാറ്റണമേ. പ്രാർത്ഥിക്കുന്നവരെല്ലാം കരവുയർത്തി പ്രാർത്ഥിച്ച്, കുറച്ച് മിനിറ്റുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയും ആ മിനിറ്റുകളെല്ലാവരും പ്രതികരിച്ചു കൊണ്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, ഒരുമിച്ചിരിക്കുക, ദൈവാത്മാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കരവുയർത്തി പ്രാർത്ഥിച്ച്, ദൈവമേ, ഇരുട്ടുകളെ മാറ്റുന്ന ദൈവാത്മാവ് വരണമേ, ഇരുട്ടിനെ മാറ്റുന്ന ദൈവാത്മാവിൻ്റെ പ്രകാശം ഉണ്ടാകണമേ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇരുട്ട് പിടിച്ചു കിടന്ന സ്ഥലം, രാത്രി പോലും ആ സ്ഥലത്തൂടെ പോകാൻ പേടിയുള്ള ചില ഇടങ്ങളെ എനിക്ക് പേഴ്സണലി അറിയാം. ഒരു 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് രാത്രിയിൽ ആ റൂട്ട് തിരഞ്ഞെടുക്കാത്ത ഈ എളിയദാസൻ ഇന്ന് ഏത് രാത്രിയിലും അതുപോലെ തേരാപ്പോര വാഹനങ്ങൾ പോകുന്നത് എന്താണെന്നറിയാമോ? അത് ആക്രിക്കാരുടെ സ്ഥലമായിരുന്ന, മുഴുവൻ വേസ്റ്റും കൊണ്ടിരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട്, വീടിൻ്റെ ടെറസിൽ അവിടെ വീട് വെച്ചിട്ട് ഒരു ദൈവദാസൻ കയറി നിന്നുകൊണ്ട് ആ ചുറ്റും കരമുയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം വികസിച്ചു. ആ സ്ഥലത്ത് പ്രകാശം വന്നു, ആ സ്ഥലത്ത് കെട്ടിടങ്ങൾ വന്നു, ആ സ്ഥലത്ത് ആൾതാമസമുണ്ടായി. ഒരു 20 വർഷം മുമ്പ് അത് കഞ്ചാവിൻ്റെ സ്ഥലം, അർദ്ധരാത്രിയിൽ രാത്രിയുടെ മറ പറ്റുന്ന ആ സാമൂഹ്യ വിരുദ്ധയുടെ സ്ഥലം, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെ സ്ഥലം, ഇന്ന് അത് അനുഗ്രഹിക്കപ്പെട്ട പേടി മാറിയ സ്ഥലം. എന്താ കാര്യം? ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ അവിടെ താമസിച്ചു. കരമടിച്ച് സ്തുതിച്ച്, ഇത് ചരിത്രം പലയിടത്തെയും വ്യത്യസ്തപ്പെടുത്ത ചരിത്രം. ഞങ്ങളുടെ ദേശം ഒരു ഇരുട്ട് പിടിച്ചതാണോ? അവിടെ ചുറ്റും അർദ്ധരാത്രിയിൽ മദ്യപന്മാരുടെ ആക്രോശങ്ങളാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇന്ന് മുതൽ എഴുന്നേൽക്കുക, കരം നീട്ടി പ്രാർത്ഥിക്കുക. ഇരുട്ട് മാറട്ടെ. എൻ്റെ ചുറ്റുപാടുകളുടെ ഇരുട്ട് മാറട്ടെ. എൻ്റെ അയൽവക്കം മുടിഞ്ഞു പോകണമെന്നല്ല,
എൻ്റെ അയൽവക്കത്തെ ഇരുട്ട് മാറട്ടെ. റഖന ഹദന റിഗന ഷഗന അന്ധകാര ശക്തികൾ മാറട്ടെ, വെളിച്ചം വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശും. കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇരുട്ട് മാറും, ഇരുട്ട് മാറും, ഇരുട്ട് മാറും. അതിനങ്ങൾ തുറന്ന് എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന് പരിശുദ്ധാത്മാവിൽ സ്തുതി അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. ആ ദിനങ്ങളെ അതുപോലെ തന്നെ ആ ഒരു പേരിട്ടിട്ട് എന്തെങ്കിലും പറയാനല്ല. ജൂലൈ മാസം അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണെങ്കിൽ അത് അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. അതിനങ്ങൾ തുറന്ന് സ്തുതിക്കുക, അതിനങ്ങൾ തുറന്ന് സ്തുതിക്കുക. എല്ലാവരും പറയാം, പരിശുദ്ധാത്മാവേ, എൻ്റെ വീടിൻ്റെ ഇരുട്ട്, എൻ്റെ സ്ഥലത്തിൻ്റെ ഇരുട്ട്, എൻ്റെ ചുറ്റുപാടിൻ്റെ ഇരുട്ട്, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ മദ്യപിച്ച് മതോന്മത്തരായ വീട്ടിൽ ാണ് സന്ധികളെ അവിടെ ആ ശബ്ദം മുഖരിതമാക്കുന്നത്. ചീത്തവിളികളാണെങ്കിൽ നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുക. നാളെ സ്തുതികൾ സന്ധികളിൽ ആ വീടുകളിൽ നിന്ന് മുഴങ്ങും യേശുവിൻ്റെ നാമത്തിൽ. അധനാറികൻ എന്തൊരു സന്ധികളാണത്! ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഭവനത്തിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു മഹത്തായ ഹൃദയം രോമാഞ്ചമുണ്ടാക്കിയ ഒരു അനുഭവം, ഹൃദയം സന്തോഷമുണ്ടാക്കിയ കൗതുകരമായൊരു കാഴ്ച. ഒരു 8-10 വീടുകൾ അടുപ്പിച്ചുള്ള ഒരു സ്ഥലത്തേക്ക് ഈ എളിദാസൻ കടന്നു പോവുകയാണ്. എൻ്റെ കൂടെ സഹോദരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ഒരു വീട്ടിൽ വാഹനം വിട്ടിട്ട് പിന്നെ അടുത്ത വീട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. നടന്നു പോകുമ്പോൾ അടുത്ത ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നു. നല്ല കൈയടിച്ചുള്ളൊരു പാട്ട്. സന്തോഷമായി. ഞങ്ങൾ ചെല്ലേണ്ട ഭവനത്തിൽ ചെന്നിരുന്നപ്പോൾ അവിടുത്തെ സഹോദരൻ പറഞ്ഞു, പാട്ട് കേട്ടോ? കേട്ടു. ഞാൻ പറഞ്ഞു, നല്ലൊരു പാട്ട് കേൾക്കുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ ഈ ഏരിയയുടെ ധാരണയാണത്. 7 മണിക്ക് ആ വീട്ടിൽ പാട്ട്, 7:30 വരെ, 7:30 മണിക്ക് അടുത്ത വീട്ടിൽ പാട്ട്, 8 മണി വരെ, 8 മണിക്ക് അടുത്ത വീട്ടിൽ പാട്ട്, ഇത്ര മണി വരെ. 10 മണിയോട് കൂടെ പാട്ട് തീരും. 10 മണിക്കത്തെ 9:30 മുതലുള്ള പാട്ട് ഞങ്ങളുടെ വീട്ടിൽ ദേശത്തൊരു നിയമമാണ്. സമയം വെച്ചേക്കും അവര്. എന്തൊരു സന്തോഷമാ! ഒന്ന് മാറി അടുത്ത വീട്ടുകളിൽ പാട്ട് ഉയരുമ്പോൾ എൻ്റെ വീടിൻ്റെ സ്ഥലവും ചുറ്റുപാടും അങ്ങനെ മാറട്ടെ. അതിനൊരേ ഒരു വഴി, ഇരുട്ട് മാറ്റുന്ന ഒരു ദൈവപ്രക്രിയ നടക്കണം. എല്ലാവരും സ്തുതിച്ചാരാധിച്ച് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ ഇരുട്ടുകൾ മാറി സ്തുതികൾ ഉയരട്ടെ, സ്തോത്രങ്ങൾ ഉയരട്ടെ, സന്ധ്യാകീർത്തനങ്ങൾ ഉയരട്ടെ. ഓരോ വീടുകളിൽ നിന്നും ദൈവസ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ ഉയരട്ടെ. കുഞ്ഞുങ്ങൾ ഉറച്ചു പാടട്ടെ, തമ്പേറടിച്ച് പാടട്ടെ, ചിഞ്ചിലമടിച്ച് പാടട്ടെ, സൈഡമടിച്ച് പാടട്ടെ, പാടട്ടെ. സന്ധ്യകളിൽ സ്തോത്രവും സ്തുതി ഉയരട്ടെ. അപശബ്ദങ്ങൾ ഇല്ലാതാകട്ടെ, ഇരുട്ടുകൾ മാറട്ടെ. ഒരേ ഒരു വഴി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഇരുട്ട് മാറ്റം പരിശുദ്ധാത്മാവ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ, ഒരു സന്ധികളിൽ ഹല്ലേലൂയ നല്ല പാട്ടുകൾ പാടട്ടെ, നല്ല പാട്ടുകൾ ഉയരട്ടെ. ഇരുട്ട് മാറ്റുന്ന പാട്ട് ഹല്ലേലൂയ. സന്ധ്യാകീർത്തനങ്ങൾ ഉയരട്ടെ, സിനിമാ പാട്ടുകൾ മാറട്ടെ. അനാവശ്യമായ എല്ലാ കാഴ്ചകളും മാറിയിട്ട് സന്ധികൾ ദൈവസ്തുതികൾ കൊണ്ട് സജീവമാകട്ടെ, ദേവസ്തുതികൾ കൊണ്ട് സജീവമാകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇരുട്ട് മാറ്റുന്ന വെളിച്ചം വന്നു, ഇരുട്ട് മാറി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം കഴിഞ്ഞ അതിനുശേഷം നാം ചിന്തിച്ചത് വേഗത്തിൽ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ചെങ്കടലിന്റെ കരയ്ക്ക് വന്നപ്പോൾ ഒരു രാത്രി മുഴുവൻ കാറ്റടിച്ചപ്പോൾ ഉണങ്ങിയ നിലം വന്നു. ജനം കടന്നു പോവുകയാണ്. 2 സൈഡും പാറക്കൂട്ട്, പുറകിൽ ഫറവോന്യ സൈന്യം, മുമ്പിലൊരു വല്ലാത്ത ചെങ്കടൽ. എങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ ഉൽപ്പത്തി 1-ൽ കാറ്റ്, എസ്കേൽ 37-ൽ അടിച്ച കാറ്റ്, അപ്പോസ്തല പ്രവൃത്തി 2:1 അടിച്ച കാറ്റ്. അന്ന് രാത്രിയിൽ ആ ചെങ്കടൽ മേലെ അടിച്ചപ്പോൾ ചെങ്കടൽ 2ആയി മാറി. ഉണങ്ങിയ നിലം, വെള്ളം ഒരു മതിൽക്കെട്ട് പോലെ 2 സൈഡിൽ നിന്നെങ്കിൽ ഇന്ന് രാത്രി മുമ്പോട്ട് പോകാൻ ഒരിടവും, ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല. ഹല്ലേലൂയ. കുടിക്കുവാൻ ജലമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ ഒരു വഴിയും കാണാത്തവരോട് പറയട്ടെ, ഒരു കാറ്റടിച്ചാൽ മുമ്പിൽ ഒരു ഉണങ്ങിയ നിലം വരും. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഉണങ്ങിയ നിലത്തെ കാക്കുമാറാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എസ്കേൽ 37-ൽ അടിച്ച പരിശുദ്ധാത്മാവ്, ഉൽപ്പത്തി 1-ൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, പുറപ്പാട് 14-ൽ കാറ്റടിച്ച പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ൽ സഭ സ്ഥാപിച്ചപ്പോൾ അടിച്ച ദൈവാത്മാവേ, ഞങ്ങളുടെ നടുവിലേക്ക് അടിക്കണമേ. മുമ്പോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല കർത്താവേ. വഴിയൊരുക്കണമേ. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വീണ്ടും നാം മുമ്പോട്ട് പോയപ്പോൾ കണ്ടു പുറപ്പാട് പുസ്തകം 31-ാമത് അധ്യായം. ഹല്ലേലൂയ. ഊരിൻ്റെ മകനെക്കുറിച്ച്, കൊച്ചുമകനെക്കുറിച്ച് നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ വരണമേ. പുറപ്പാട് പുസ്തകം. ഹല്ലേലൂയ.
ചേർന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി മക്കൾ ചെയ്യുന്ന ബിടെക് സിവിൽ ചെയ്തവരുണ്ട്, ബിടെക് ആർക്കിടെക്ട്സ് ചെയ്തവരുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം കൂട്ടരുടെ സഹായം വേണം. എന്താണ്? നല്ലപോലെ ഓട്ടോകാഡ് പഠിച്ച ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ സഹായം. നല്ല ഒരു തൊഴിലാണ് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുക. അതായത് വീടുകളൊക്കെ എൻജിനീയേഴ്സൊക്കെ പരയും അവരൊരു അടയാളപ്പെടുത്തി കൊടുത്താൽ അതനുസരിച്ച് ഡിസൈൻ ചെയ്യുക. അവരുടെ മനസ്സിലുള്ളത് 3D ഡയമെൻഷനിലൊക്കെ എടുത്താൽ നല്ലൊരു വീടൊക്കെ വരച്ചു കൊടുത്താൽ 10-25,000 രൂപയൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് മാത്രം നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഈ ഗ്രാഫിക് ഡിസൈൻ ചെയ്ത ആരാ? 3D ഡയമെൻഷൻ എടുത്ത ആരാ? ലോകത്ത് ആദ്യം 3D ഡയമെൻഷൻ ചിത്രം വരച്ച ഒരാളുണ്ട്. മോശ തന്നോട് ദൈവം പറഞ്ഞതെല്ലാം ബെസലേലിനോട് പറഞ്ഞപ്പോൾ, ഹാലേലുവിനോട് പറഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തിൽ അത് ജ്ഞാനാത്മാവ് കൊണ്ട് നിറഞ്ഞിട്ട് അവരതുപോലെ അത് വരച്ച് വെച്ചെങ്കിൽ ദൈവം അവർക്ക് എന്ത് കൊടുത്തു? പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിൻ്റെ 5-ാം വാക്യം, ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലത സാമർഥ്യം കൊണ്ട് നിറച്ചു. ദൈവം എന്ത് കൊടുത്തു? ദിവ്യാത്മാവിനെ കൊടുത്തു. ദിവ്യാത്മാവിനെ കൊടുത്തപ്പോൾ ബെസലേൽ എന്ത് നിറഞ്ഞു? ജ്ഞാനം നിറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് പറ്റുന്ന ഒരു അപകടമുണ്ട്. പല കാര്യങ്ങളിലും ജീവിതത്തെ വലയാൻ കാര്യം തെറ്റായ തീരുമാനമാണ്. പലരും പറഞ്ഞു, കുഞ്ഞേ ആ ബിസിനസ്സിലെടുത്ത് ചാടരുത്. പക്ഷെ അവൻ ചാടി. പലരും പറഞ്ഞു, കുഞ്ഞേ ആ വണ്ടി ഇത്രയും കോസ്റ്റ്ലി വണ്ടി ഇപ്പം എടുക്കരുത് മക്കളെ, എങ്ങനെ അടവ് നടക്കും? ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പോരാ. തിടുക്കം ഹല്ലേലൂയ. പിന്നത്തേതിൽ കടബാധ്യതകൾ. ആ വിവാഹം വേണ്ടാന്ന് പറഞ്ഞത് അവൻ അതേ കൊണ്ടേ പോകത്തുള്ളൂ. വാശി, അമ്മയോട് വാശി, അച്ഛാൻ്റെ വാശി, പെങ്ങളോട് വാശി. ഹല്ലേലൂയ. എന്ത് പറ്റി? ഇപ്പം ആകെപ്പാടെ കട്ടപ്പോക. സ്വയം തീരുമാനിച്ചിറങ്ങിപ്പോയതായതുകൊണ്ട് അവളും പിടിച്ചു നിൽക്കാൻ നോക്കുക മാക്സിമം. ഹല്ലേലൂയ. എന്തൊക്കെയാണ് ജീവിതത്തെ തകർത്തത്? തെറ്റായ തീരുമാനം എടുക്കാൻ കാര്യമല്ല, ജ്ഞാനമില്ല. എന്നാൽ ബെസലേലിനെ ദൈവം എന്തുകൊണ്ട് നിറച്ചു? ജ്ഞാനം കൊണ്ട് നിറച്ചു. ശലോമോൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ ശലോമോൻ ചോദിക്കുകയാണ്, ദൈവമേ ഈ ജനത്തെ കൊണ്ടുപോകാൻ അങ്ങ് എനിക്ക് ജ്ഞാനം തരണമേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഞാൻ നിനക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വരം തരും. പഴയ നിയമത്തിൽ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ജ്ഞാനം കിട്ടാൻ ഒരേ ഒരു വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ബെസലേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ബെസലേലിന് ദൈവം ദിവ്യാത്മാവിനാൽ നിറച്ചു എന്ന് കണ്ടു. ഹല്ലേലൂയ ഹല്ലേലൂയ. അഹരോന്റെ ഹൂരിൻ്റെ മകൻ ഊരിയുടെ മകൻ ബെസലേലിനെ ദൈവം ദിവ്യാത്മാവ് കൊണ്ട് നിറച്ച് ജ്ഞാനം കൊടുത്തു എന്ന് ബുദ്ധി കൊടുത്തു, അറിവ് കൊടുത്തു, സകലവിധ സാമർഥ്യം കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളുടെ മേൽ വന്നാൽ ജ്ഞാനം നിറയും, ആത്മാവ് നിറയും, ബുദ്ധി ഉണ്ടാകും, സാമർഥ്യം ഉണ്ടാകും. കർത്താവിനോട് പ്രാർത്ഥിച്ചേ, എൻ്റെ മക്കളെ ദിവ്യാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കരമുയർത്തി ഒരിക്കലൂടെ പ്രാർത്ഥിച്ചേച്ചേ, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്. നിങ്ങളുടെ വല്യപ്പൻ രക്ഷിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഞായറാഴ്ച ഈ വചനം പ്രസംഗിച്ചു. അഹരോൻ്റെ മകൻ ഹൂരിയുടെ മകൻ ബെസലേൽ, അഹരോൻ്റെ മകൻ ഹൂരിയുടെ മകൻ ബെസലേൽ. ഇത് കേട്ട ഒരു പഞ്ചായത്ത് മെമ്പറായ ഞങ്ങളുടെ നാട്ടിലൊരു ഒരു സഹോദരൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നു. അദ്ദേഹം ഒരു യാക്കോബക്കാരനാണ്. എന്നിട്ടും അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, കൈ നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ആ പ്രസംഗം ഞാൻ കേട്ടു. ഒരു കാര്യം പാസ്റ്ററോട് എനിക്ക് പറയാനുണ്ട്. എൻ്റെ വല്യപ്പൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അത്രയൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ വല്യപ്പൻ ഇന്നാരുടെ കൊച്ചുമകനെ ദൈവം ഇത്രയൊക്കെ അനുഗ്രഹിക്കാൻ കാര്യം വല്യപ്പൻ ദൈവത്തെ കണ്ടതാണ്. ഹൂര് കരമുയർത്തി പിടിച്ചത് കൊണ്ട് ദൈവം മറന്നില്ല. ഹൂരിൻ്റെ മകൻ ഊരിയുടെ മകൻ ബെസലേൽ, ലോകത്തിലെ ആദ്യത്തെ ആർക്കിടെക്ട്, ആദ്യമായിട്ട് 3D ഡയമെൻഷനിൽ സമാഗമ കൂടാരം. ഈ സമാഗമ കൂടാരം എന്ന് പറഞ്ഞ ഒരായുസ് പഠിച്ചാൽ തീരാത്ത കാര്യമാണ്. ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പാടായി. ഒരായുസ് പഠിച്ചാൽ തീരാത്തത് ആ സമാഗമം. ഇത് 3D ഡയമെൻഷനിൽ ഡിസൈൻ ചെയ്ത ആരാ? ഊരിയുടെ മകൻ ബെസലേൽ. നിനക്ക് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുണ്ടായത്? അവൻ പറയും, അറിയില്ല, കേട്ടിട്ടുണ്ട്. പുറപ്പാട് 17 എൻ്റെ വല്യപ്പൻ ഒന്ന് കൈതാകി പിടിച്ചു. പുറപ്പാട് 31 കൊച്ചുമകനെ ദിവ്യജ്ഞാനം കൊണ്ട് നിറച്ചു. കരമടിച്ചു സ്തുതിച്ച്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരും അവരെ പോലെ ആരാധ്യം.
പുറപ്പാട് 17 വായിച്ചാൽ മതി. പുറപ്പാട് 17 വല്യപ്പൻ കൈ ഉയർത്തി. പുറപ്പാട് 31. അന്ന് ഈ കൊച്ചുമകനുണ്ടായിരുന്നോ എനിക്കറിയില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാ അവനെ പോ ആരാധ്യനില്ല. ഹല്ലേലൂയ, അപ്പാ പുറപ്പാട് 17:12. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു, അവൻ അതിന്മേൽ ഇരുന്നു. കല്ലെടുത്ത് വെച്ചു മോശ ഇരുത്തി. അഹരോനും ഹൂരും ഒരുത്തൻ അപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും നിന്ന് മോശയുടെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചത്. പുറപ്പാട് 17 ഹൂര് കൈ താങ്ങി പിടിച്ചു. ലോകത്തെ ആദ്യത്തെ 3D ഡയമെൻഷൻ ഡിസൈൻ ചെയ്യാൻ, അതും സമാഗമ കൂടാരം ഡിസൈൻ ചെയ്തു. മോശയോട് ദൈവം പറഞ്ഞത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തത് ബസലേൽ നിനക്കിതെങ്ങനെ ഭാഗ്യം ലഭിച്ചു? ചരിത്രം കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ കൈ താങ്ങി പിടിച്ചൊരു വല്യപ്പൻ. ഹല്ലേലൂയ. ആ കൊച്ചുമകന് ദൈവം ജ്ഞാനാത്മാവ് കൊടുത്തു, ദിവ്യാത്മാവിനാൽ നിറച്ചു. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യനാണ്. കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇതൊന്നും മറന്നു കളയാൻ അനീതിയുള്ളത്. ഓർമ്മയുടെ പുസ്തകത്തിൽ ബസലേൽ വീണ്ടും മുമ്പോട്ട് പോകുന്ന കാണുന്നു. ശലോമോൻ ചോദിക്കുന്നു ജ്ഞാനം. 1 രാജാക്കന്മാർ 3 ദൈവം അവന് ജ്ഞാനം കൊടുക്കുന്നു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് ദാവീദിനെ. ശലോമോന്റെ മുമ്പിലാണ്. എന്നാലും ദാവീദ് ഒറ്റ പാപത്തെറ്റിൽ അനേക കൽപ്പനകൾ ലംഘിച്ച ഒരാളാണ്. 10 കൽപ്പനകൾ പലതുണ്ട്, അതിനകത്ത് ഒന്നാണ് വ്യഭിചാരം ചെയ്യരുത്. ദാവീദ് ലംഘിച്ചു. മറ്റൊരു കൽപ്പനയാ കൊലപ ചെയ്യരുത്, ലംഘിച്ചു. മറ്റൊരു കൽപ്പനയാ കൂട്ടുകാരിലുള്ളതൊന്നും മോഹിക്കരുത്, മോഹിച്ചു. കള്ളസാക്ഷ്യം പറയരുത്, കള്ളത്തരം ചെയ്തു. എല്ലാ തെറ്റും ഒറ്റയടിക്ക് ലംഘിച്ച 1 2 3 4 എന്ന് പറഞ്ഞ കൽപ്പനകൾ 1 2 3 4 നമ്പർ ഇട്ട് തെറ്റിച്ച ഒരുവനുണ്ട്, ദാവീദ്. എന്നിട്ടും ദാവീദ് എന്താ നിന്നത്? പാപം ചെയ്തു കഴിഞ്ഞ് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 51 വായിച്ചേ. സങ്കീർത്തനം 51. ഞങ്ങളെ പ്രിയമുള്ളവരെ, സങ്കീർത്തനം 51 വരുമ്പോൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 51 ഹെഡിങ് കണ്ടോ? സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ബത്ശേബയുടെ അടുക്ക ചെന്ന ശേഷം നാഥാം പ്രവാചകൻ വന്നു. ഇതൊക്കെയാണ് ദൈവം പഠിക്കണ്ടേ. വ്യഭിചാരം ന്യായീകരിക്കപ്പെടുന്ന ഒന്നല്ല. വ്യഭിചാരം മാത്രമല്ല, കൊലപാതകം ചെയ്തില്ലേ,
അന്യൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിച്ചില്ലേ? കൂട്ടുകാരൻ്റെ കള്ളസാക്ഷ്യം പറഞ്ഞില്ലേ? ചതിച്ചില്ലേ? വഞ്ചിച്ചില്ലേ? ഞാൻ അവിടെ വീട്ടിൽ പോയി കിടക്കത്തിലെന്ന് പറഞ്ഞവനെ പടക്കൂട്ടത്തടി വെച്ച് കൊല്ലിച്ചില്ലേ? ഗൂഢാലോചന നടത്തിയില്ലേ? ഇതെല്ലാം ദാവീദ് ചെയ്തില്ലേ? നാഥാം പ്രവാചകൻ വന്ന ആ മനുഷ്യൻ നീയാന്ന് പറഞ്ഞു. നീയാണ് ആ മനുഷ്യൻ. ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. സംഗീതം 51:11. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അടുത്ത വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. തെറ്റിയത് പോയി കർത്താവേ. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന എനിക്ക് ദാവീദിനെ ആ അർത്ഥത്തിൽ ഇഷ്ടമാണ്. ഇതൊക്കെ വന്നാലും പെട്ടകം കൊണ്ടുവരുമ്പോൾ പഞ്ഞനൂലങ്ക അനയിച്ചുകൊണ്ട് രാജാവായിരുന്നവൻ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നുണ്ട്. ആ നൃത്തം ചെയ്യുന്ന ദാവീദിനെ കണ്ടിട്ട് കാലുമേ കാലും വെച്ച് കയ്യും കെട്ടി ഓരോരുത്തരും നിപ്പ് കണ്ടോണ്ടല്ലോ എനിക്ക് ഉള്ളി പുച്ഛം വരും. അതുകൊണ്ട് പഞ്ഞനൂലങ്കി ധരിച്ചുകൊണ്ട് ദാവീദിന് മുമ്പിൽ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്ത് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ദൈവത്തെ ഞാനും നിങ്ങളും എല്ലാം എന്നോട് പറയട്ടെ, ഞാനും നിങ്ങളുമല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. കർത്താവിനോട് പ്രാർത്ഥിക്കണം, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, നിന്റെ സന്നിധി തന്നെ തള്ളിക്കളയരുതേ. കരമുയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് നഷ്ടപ്പെടുത്തുന്ന മക്കളുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. ഒരിക്കലും അതിശക്തിയോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇന്ന് കരിങ്കലിന് കാറ്റ് പിടിച്ചവരൊക്കെ ആരാധനയ്ക്ക് ഇരിക്കുന്നവരെ ശരീരം ചലിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതൊക്കെ അതിനകത്തുള്ളതാണെന്ന് ഞാൻ പറയും. അതെല്ലാം അതിനകത്തുള്ളതാ. പക്ഷേ അവൻ ചെയ്തോ? ഈ ആത്മാവിനെ എടുത്തിട്ട് പിന്നെന്തിനാ ജീവിക്കുന്നേ? പരിശുദ്ധാത്മാവിനൊക്കെ ആരാധിച്ച് പിന്നത്തേതിൽ പാപം ചെയ്ത് നരകിച്ച് മരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നരകിച്ച് മരിച്ചവരെ, അരിഷ്ടതയിൽ മരിച്ചവരെ. പിന്മാറ്റക്കാരൻ്റെ ജീവിതം വലിയ ഗതികേടാ. ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങിത്തിരിച്ചിട്ട് പിന്നെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഇറങ്ങിപ്പോയി അലഞ്ഞു പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പാവം ചെയ്തിട്ടും 1, 2, 3, 4 തെറ്റ് ചെയ്തിട്ടും ഈ മനുഷ്യനെ ഇന്ന് ഓർക്കപ്പെടാൻ കാര്യം ഒരു പ്രാർത്ഥനയാ. എൻ്റെ ആത്മാവിനെ തെറ്റിയത് എന്നിൽ നിന്ന് എടുത്തു കളയരുത്. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ സന്നിധി തന്നെ തള്ളിക്കളയരുതേ. ഞാൻ പാപം ചെയ്യത്ത് ഈ ആലയത്തെ ഇനിയും പരിശുദ്ധാത്മാവ് വസിക്കുവാൻ യോഗ്യമല്ല. പക്ഷേ എളിയവനാ, നിന്റെ ആത്മാവിനെ എടുത്ത പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്? ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം? ഗതികേട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിച്ച പരിശുദ്ധാത്മാവിൽ പാടിയ പലരും ഇന്ന് ആത്മാവില്ലാതാ പാടുന്നത്. എങ്ങനെ അറിയാം? കണ്ടാ അറിയാം. ആത്മാവുള്ളവൻ അത് കേട്ടാ അറിയാം. ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം പരിശുദ്ധാത്മാവിൽ ആരംഭിച്ച് പരിശുദ്ധാത്മാവിൽ അവസാനിപ്പിക്കുക. 2 ചിന്തകളോട് അവസാനിക്കുക. ഒന്ന്, മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. ഹൂരിൻ്റെ മകൻ, ഓരിയുടെ കൊച്ചുമകൻ ബസലേൽ. 2, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നല്ലതാ. കൊണ്ടു നടക്കുമ്പം പ്രാർത്ഥിക്കണം, പാപം ചെയ്ത് ദൈവാത്മാവ് നഷ്ടപ്പെടല്ലേ. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കാതെ. ഒരു പെർഫെക്റ്റ് സോണിൽ നിന്നുകൊണ്ട്
എല്ലാവരെക്കാട്ടിലും വിശുദ്ധൻ എന്നുള്ള അഹന്തയിലൊന്നും പറയല്ല. എത്രയോ വട്ടം എൻ്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവ് ദുഃഖിച്ചു ഞാൻ മൂലം. എൻ്റെ അകത്തിരുന്ന ദൈവാത്മാവ് ഞാൻ പോലും ദുഃഖിച്ചു. എന്നിട്ടും വിട്ടുപോയില്ല കേട്ടോ. കാരണം അനുദപിക്കാൻ അവൻ മനുഷ്യനല്ല. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മുഴങ്കാലിൽ പ്രാർത്ഥിക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. മുഴങ്കാലിൽ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ദൈവദാസന്മാരോട് എൻ്റെ കൂടെ ഉണ്ട്. മുഴങ്കാലിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചേ. എൻ്റെ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആത്മാവാ വഴി കാട്ടി എന്നെ സാധാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാധാരണത്തിൽ ക്ഷീണരെ ആത്മാവിനെ എടുക്കരുതേ. സഞ്ചാരിയെ കൂടെ ഒരിക്കലും എന്നിൽ തന്നെ മക്കളിൽ നിന്ന് എടുത്തു കളയരുത്. എന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അങ്ങേ വിഷമിപ്പിച്ചിട്ടുണ്ട്, അങ്ങേ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങേ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ക്ഷീണരെ സന്തോഷിപ്പി താനിമ്പ മൊഴി കേൾപ്പി. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. എല്ലാവരും ചേർന്ന് കണ്ടത്തിൽ നിന്ന് ശബ്ദമുയർത്തി ദൈവത്തോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. അങ്ങയുടെ ആത്മാവിനെ എടുത്തിട്ട് എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കണ്ട. പിന്നെ ഒരു ദിവസം പോലും ജീവിക്കണ്ട. പിന്നെ ഒരു ദിവസം പോലും ജീവിക്കണ്ട. പിന്നെ ഒരു ദിവസം പോലും ഈ ഭൂമി ജീവിക്കുന്നത് അരക്ഷിതാവസ്ഥ. അങ്ങയുടെ ആത്മാവിനെ, അങ്ങയുടെ ആത്മാവിനെ വഴി കാട്ടി എന്നെ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. ക്ഷീണരെ സന്തോഷിപ്പിൻ താനിമ്പ മൊഴി കേൾപ്പിൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ.
നീ